ദൈവത്തിന് സ്തോത്രം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെ ലൈവിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോകൾ വരാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ധാരാളം എനിക്ക് ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ട്. അതുകൂടാതെ എന്നെ കാണുന്ന സന്നദ്ധ സംഘടനകളോ മറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആളുകളോ ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇത് വളരെ അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞങ്ങളുടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും ഞാൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ ദൈവം മനസ്സിൽ നിങ്ങൾക്ക് തോന്നിക്കുന്നത് പോലെ നിങ്ങൾ ഇവരെ സഹായിക്കുക. ഞാൻ ഇത് കാണിക്കുന്ന ഇത് അദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ ജോസഫ്, സഹോദരൻ ജോസഫ്. ഇരിക്കുന്ന കണ്ടാലേ കാലൊക്കെ സ്വാധീനമൊന്നുമില്ല. അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ജന്മനാല ഏതോ മരുന്നിൻ്റെ ഉപയോഗത്തിൽ വന്ന ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഉണ്ടായതാണ്. അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇദ്ദേഹം താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് ചെങ്കൽച്ചുള എന്ന് പറയുന്ന ഒരു കോളനിയിലാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, ജീവിക്കാനൊക്കെ പ്രയാസമാണ്. ലോട്ടറി വല്ലപ്പോഴൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിതമാർഗം നടത്തിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത്. രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവരുടെ വീടും ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വലിയ പരിസരമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ താമസിക്കുന്നത്. ഇത് വെളിവശമാണ്. അതുവഴിയെ ഇതാണ് എൻ്റെ ചുറ്റുപാട്, വീട്ടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഇതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് മക്കളൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് സഹായം വളരെ അർഹിക്കുന്നവരാണ്. ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഒരു നടക്കാൻ സ്വാധീനം ഇല്ലാത്ത ആളാണ്. അപ്പം ഇവർക്ക് ഒരു വീൽ ചെയറുള്ള ഒരു മോട്ടറുള്ള ഒരു വീൽ ചെയർ പോലെയുള്ള ഒരു ബൈക്ക് പോലെ കിട്ടിയാൽ അവർക്ക് നടന്ന് ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നതിനും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെളിയിൽ പോകുന്നതിനുമൊക്കെ സഹായമാകും. അപ്പം അതിനു വേണ്ടി ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാനിത് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നതും ഇടുന്നതും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങളിങ്ങനെ ഈ ഞങ്ങളുടെ ചാരിറ്റബിൾ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വഴിയരികിലൊക്കെ ഇരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേര്, ഞങ്ങൾക്ക് ഇവിടെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്റർ കൂടിയാണ്, ജെയിംസ് എന്ന് പറയും. അദ്ദേഹവും ഈ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഈ ടീമിലുള്ളവരെല്ലാം കൂടി ഉച്ചയ്ക്ക് ഒരു 3 ദിവസം ആഴ്ചയിൽ കൊടുക്കുകയാണ്. ഒരു 10-25 പേർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പലരും സഹായിക്കുന്ന ധനം വെച്ചിട്ട് ഞങ്ങൾ അത് ചെറിയ തോതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇവരെ പരിചയപ്പെടാനിടയായത്. അപ്പോൾ അവരുടെ നിന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് പൊതുജനങ്ങളെ അറിയിക്കുക. ആരെങ്കിലും സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്ന് ഇവരെ സഹായിക്കാൻ ഒക്കുന്നവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണം. ഇത് അർഹിക്കുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഞാൻ അവരുടെ പാസ്ബുക്ക് ഡീറ്റെയിൽസ് തരാം. നിങ്ങൾ സഹായിക്കാൻ ഒക്കുന്നവർ ഇതിലോട്ട് ഈ ഡീറ്റെയിൽസ്, ഞാൻ കാണിക്കുന്ന ഡീറ്റെയിൽസിലോട്ട്, അക്കൗണ്ടിലോട്ട് ഇട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവരെ വിളിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം. ഒരു മിനിറ്റ്. ഇതാണ് ഫോൺ നമ്പർ. നേരിട്ട് അവർ തിരിഞ്ഞു പോകണമല്ലേ, ഞാൻ തിരിഞ്ഞു പോകണം. ഞാൻ പറഞ്ഞു തരാം. ആ 73 പറഞ്ഞു 7356389538. ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശാന്തമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേര്. ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ ജോസഫ് എന്ന ആളിനാണ് വിളിക്കുന്നുണ്ടെങ്കിൽ
ഈ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറയാമോ അവർക്കൊന്ന് മനസ്സിലാവാനായിട്ട്? നിങ്ങൾക്ക് സംസാരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്. എന്താണ് പറഞ്ഞത്? ആ, എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ പോകാനുമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ലോട്ടറി വാങ്ങിക്കുകയും അദ്ദേഹത്തിനെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപ്പം അപ്പം ശരിക്കും ഫോൺ വിളിക്കുമ്പോൾ മിക്കവാറും നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സഹോദരി ആയിരിക്കും. കാരണം അദ്ദേഹം സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് എന്നെ കാണുന്നവരും ഈ അവസ്ഥ മനസ്സിലാക്കുന്നവരെല്ലാം നിങ്ങൾ സഹായിക്കണമെന്ന് വീണ്ടും ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. ഇതാണ് അവരുടെ ആ സ്ഥലവും പരിസരവും ഒക്കെ. ഈ ഇത്രയും ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞത് കാരണം ഞങ്ങൾ ഇവിടെ വരികയും അവരെ നോക്കട്ടെ, ഞങ്ങളൊരു ശ്രമം നടത്തട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യക്തികൾ മാത്രമല്ല, സന്നദ്ധ സംഘടനകളും എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വളരെ ഒരു ഉപകാരമായിരിക്കും. ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.